ഫ്രണ്ട്സ്, എല്ലാവർക്കും സാബി ഫുഡ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മസാല പൂരി ചാറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നല്ല ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റിയായ മസാല പൂരി ചാറ്റാണ്. അപ്പോൾ നമുക്ക് ഇത് ഈസിയായി റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഞാനിവിടെ 2 ബട്ടർഫ്ലൈ ചിക്കൻ ഫ്രൈൻ്റെ ബാക്കി വന്ന പീസ് ഉരുളക്കിഴങ്ങാണിത്. അത് ഉള്ളതുകൊണ്ട് അതെടുത്തു. പിന്നെ ഫ്രോസൺ ഗ്രീൻ പീസ് ഒരു കപ്പോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാ ഗ്രീൻ പീസ് എടുക്കുകയാണെങ്കിൽ 5-6 മണിക്കൂർ കുതിർത്തെടുത്താൽ മതി. ഇതാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഉരുളക്കിഴങ്ങ് മുഴുവനായിട്ട് എടുക്കുന്നതാണെങ്കിൽ ഒരു ഉരുളക്കിഴങ്ങ് വലുതെടുത്താൽ മതി. പിന്നെ ഒരു മാഗി ക്യൂബ് ചേർക്കുന്നുണ്ട്. പിന്നെ ഇത് മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പിപ്പം ചേർക്കുന്നില്ല. നമുക്കിത് വേവിച്ചെടുക്കാം. 2 വിസിൽ മതിയാവും ഫ്രോസൺ ഗ്രീൻ പീസ് ആയതുകൊണ്ട്. അപ്പോൾ നമുക്കിത് അവിടെ വേവിച്ച് മാറ്റി വെക്കാം. ഇനി നമുക്ക് പൂരി ഉണ്ടാക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 1/2 കിലോ മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ സാധാ പച്ചവെള്ളത്തിലാണ് ഇത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ നല്ല സോഫ്റ്റായി കുഴച്ചെടുക്കണം. ആടായി കുഴച്ചെടുക്കരുത്. നല്ല സോഫ്റ്റായി ഇതൊന്ന് കുഴച്ചെടുക്കാം. എന്നിട്ടൊരു 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് കുഴച്ച് കൊടുക്കാം. ഇത് നമുക്ക് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോഴേക്കും നന്നായി സോഫ്റ്റായി കിട്ടും. അപ്പോൾ കുറച്ച് ഓയിൽ തടവി നമുക്കിത് റെസ്റ്റ് ചെയ്യാനായി മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസൊക്കെ ഇവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വെന്ത് കിട്ടണം. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് 1 ടീസ്പൂൺ 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയല്ല, ഓയിലാണ്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ മീറ്റ് മസാല, ഇവ ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് മല്ലിയിലയും ഉപ്പ് ആവശ്യത്തിന് വേണമെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ലാസ്റ്റ് ഇതിലേക്ക് ചാറ്റ് മസാലയും കൂടി ചേർക്കുന്നുണ്ട്. ചാറ്റ് മസാലയും കൂടി ചേർത്ത് നമ്മുടെ ഈ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് പോരാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉപ്പ് വീണ്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൂരി ചാറ്റിൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെ മാവ് നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്ക് അടിയിൽ ഇതുപോലെ മൈദ തൂവി ഇതിനെ ഓരോരോ ബോൾസാക്കി എടുക്കാം. ഇനി ഇത് നന്നായി നൈസായി പരത്തണം. കട്ടി കൂടിപ്പോവരുത്. കട്ടി കൂടിപ്പോയാൽ നമ്മളെ പൂരി നല്ല ക്രിസ്പി ആയി കിട്ടില്ല. നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ കൈകൊണ്ട് പൊട്ടിക്കാവുന്ന രീതിയിലായിരിക്കണം. അപ്പോൾ കട്ടി കൂടിപ്പോയാൽ ഈ ഒരു തിക്നെസ്സിൽ വേണം പരത്താൻ. അപ്പോൾ നമുക്ക് പൊട്ടിച്ചെടുക്കാൻ പാടായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കെല്ലാം പരത്തി കട്ട് ചെയ്തെടുക്കാം.
നമ്മൾ വെക്കുന്ന പ്ലേറ്റിൽ കുറച്ച് പൊടി തൂവി കൊടുക്കാം, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കെല്ലാം ഇതുപോലെ പരത്തി എടുത്തിട്ട് വരാം. ഞാനിവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് ഭാഗവും ഗോൾഡൻ കളറായാൽ മതി. അപ്പോൾ നമുക്ക് ഈ പൂരിയൊക്കെ ഇതുപോലെ ഗോൾഡൻ കളറാകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് വരാം. ഈ ഒരു രീതിയിൽ ഗോൾഡൻ കളറായാൽ മതി. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്കെല്ലാം പൂരിയും ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് വരാം. അപ്പം പൂരിയൊക്കെ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 2 സവാള ചെറുതായി കട്ട് ചെയ്തത്, 2 തക്കാളി, പിന്നെ ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്രിസ്പിയിലായിരിക്കണം നമ്മൾ പൂരി റെഡിയാക്കേണ്ടത്. നമുക്കിത് സെറ്റ് ചെയ്യാം. ആദ്യം നമുക്ക് ഈ മസാല ഒഴിച്ച് കൊടുക്കാം. നമ്മളിത് കഴിക്കുന്ന സമയത്ത് ഈ മസാലയ്ക്ക് നല്ല ചൂടുണ്ടാവണം. എന്നിട്ട് കുറച്ച് സവാളയും തക്കാളിയും ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് നല്ല എരിവ് വേണമെങ്കിൽ പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തും ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുത്ത് പിന്നെ നമുക്ക് ഈ പൂരി പൊടിച്ച് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പൂരി പൊടിച്ച് ചേർത്ത് അതിൻ്റെ മുകളിൽ മസാല ഒഴിച്ച് കൊടുത്താലും മതി. അതൊക്കെ ഓരോരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. പൂരിയൊക്കെ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ പൊട്ടിച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് സവാളയും തക്കാളിയും ചേർത്ത് കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ച് കൊടുത്താൽ നമ്മുടെ പൂരിച്ചാറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒരു വട്ടം ട്രൈ ചെയ്തിട്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണ്. വൈകുന്നേരമൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ കഴിക്കാൻ പറ്റിയ ഒരു മസാല പൂരിച്ചാറ്റാണ്. അപ്പോൾ ആ തക്കാളിയും സവാളയൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ചെറുനാരങ്ങയുടെ പുളിയും നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചൂടോടുകൂടി ഉണ്ടാക്കി കഴിക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇപ്പം പറയുന്നത് പോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത ഒരു നല്ല റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.